ഒരുപക്ഷെ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ദൂരദർശനായിരിക്കും. ഞാൻ CPM-നെ പ്രതിനിധീകരിച്ച് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ഇവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. നമ്മൾ ഒരു ചർച്ച ഇവിടെ നടക്കുമ്പോൾ അന്ന് പാർലമെൻറ്റിൽ ലോക്സഭയിൽ നമ്മൾ 7:30 മണി മുതൽ 8:30 മണി വരെ നമ്മുടെ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അവിടെ ബില്ലിന്മേലുള്ള ചർച്ച വളരെ വീറോടെ വാശിയോടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും അവരുടെ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിൽ യൂണിയൻ മന്ത്രിമാരുടെയും ചില സഹമന്ത്രിമാരുടെയും എല്ലാം മറുപടിയും ഇടപെടലുകളും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഒടുവിൽ അത് പാസ്സാക്കിയത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടിയോടുകൂടിയാണ്. ആ ചർച്ച അവിടെ നടക്കുമ്പോഴും നമ്മളിവിടെ ഈ സ്റ്റുഡിയോയിൽ ഇത് സംബന്ധിച്ചൊരു ചർച്ച നടക്കുകയുണ്ടായി. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പ്രിയപ്പെട്ട നമ്മുടെ അഭിഭാഷക സുഹൃത്ത് പറഞ്ഞ കാര്യം, പ്രശാന്ത് പത്മനാഭൻ ഡൽഹിയിൽ നിന്നാണല്ലോ ചേർന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് ഇക്കാര്യത്തിൽ ഉത്തരവെന്താണ്, ഇടക്കാല ഉത്തരവെന്നുള്ളത് വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണം, നിലവിലുള്ള സ്ഥിതി തുടരണം. എങ്ങനത്തെ സ്ഥിതി? പാർലമെൻറ്റ് ഈ വഖഫ് ഭേദഗതി നിയമം അത് ബില്ല് പാസ്സാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെയാണ്, മിനിറ്റുകൾക്കുള്ളിലാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം വന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനോടെ അത് ആക്റ്റായി മാറുന്നത്. അപ്പോൾ ആ ബില്ല് വരുന്നതിന് മുമ്പുള്ള, അത് പാസ്സാക്കി എടുക്കുന്നതിന് മുമ്പുള്ള, ഈ ചുട്ടെടുക്കുന്നതിന് മുമ്പുള്ള ആ തൽസ്ഥിതി തുടരണം. 2, യൂണിയൻ ഗവൺമെൻറ് ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് പറയാനുള്ള മറ്റു കാര്യങ്ങൾ സത്യവാങ്മൂലമായി ഫയൽ ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് ഉത്തരവിൽ പ്രധാനമായി വന്നിട്ടുള്ളത്. അത് യൂണിയൻ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള സോളിസിറ്റർ ജനറൽ ശ്രീ തുഷാർ മേത്തയാണ് ഹാജരായത്. അദ്ദേഹത്തോട് സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി, ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിക്കുകയുണ്ടായി, ഇതര മതസ്ഥരുടേതായിട്ടുള്ള ഇതുപോലെയുള്ള ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു മതസ്ഥർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെ ഉണ്ട്, എന്നാൽ ഒരു ഉദാഹരണമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ അങ്ങനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി യൂണിയൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുമ്പോൾ മണിക്കൂറുകൾ നീണ്ടുനിന്ന വാദം, അതിൻ്റെ ഇതെല്ലാം കേൾക്കുമ്പോഴും ഒരു ഇൻസ്റ്റൻസ് പോലും, ഒരു ഉദാഹരണം പോലും ഇന്ത്യ ഗവൺമെൻറ്റിന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ ഇതിൽ നിയമപരമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം അത് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള, ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ മറ്റ് രാഷ്ട്രീയ വശങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ കാര്യത്തിലെല്ലാം അതിൻ്റെ നിയമപരമായ വശങ്ങളുണ്ട്. ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇതിൻ്റേതായിട്ടുള്ള ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് അതിൻ്റെ അധ്യക്ഷൻ എന്നുള്ളത് എൻ്റെ ഒരു ബഹുമാന്യ സുഹൃത്തു കൂടിയാണ് ശ്രീ ജഗദാംബിക പാൽ. 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം വളരെ കടുത്ത കോൺഗ്രസ് വക്താവായിരുന്നു. അദ്ദേഹം വളരെ ബഹളം, അവിടെ ഞങ്ങളാരെങ്കിലും പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ഇങ്ങനെ വല്ലാതെ ബഹളം ഉണ്ടാക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹം BJPയുടെ അവിടുത്തെ ഒരു മുഖമായി മാറി. അദ്ദേഹം അതുപോലെ തന്നെ ഈ വല്ലാതെ പൗണ്ടിങ് ആയിട്ടുള്ള ശബ്ദത്തിലും എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു യുക്തിസഹമായ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ പലപ്പോഴും കളിയാക്കിയൊക്കെ അദ്ദേഹത്തെ അവിടെ തന്നെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എഗ്ദിൻ ഈ സുൽത്താൻ എന്നുള്ള നിലയിലേക്ക്. ഉത്തർപ്രദേശിലെ ഒറ്റ ദിവസത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളിനെ അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യത്തിൻ്റേതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വഖഫ് ബോർഡ് എന്നുള്ളത് ഇത് ഒരു മതസ്ഥാപനമല്ല എന്നുള്ളത്. ഇത് മതസ്ഥാപനമായിട്ട് ആരും നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് ദേവസ്വം ബോർഡുകൾ മതസ്ഥാപനം എന്നുള്ള നിലയിലല്ല കണക്കാക്കുന്ന, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എങ്ങനെ ഒരു സംസ്ഥാന നിയമസഭ, അത് കേരളമായാലും തമിഴ്നാടായാലും കർണാടകമായാലും UP ആയിരുന്നാലും ഗുജറാത്ത് ആയാലും എവിടെയായിരുന്നാലും സംസ്ഥാന നിയമസഭകൾ അത്തരത്തിൽ ഈ പറയുന്നതായിട്ടുള്ള, തമിഴ്നാട്ടിൽ മറ്റു പേരുകളിലാണ്, അതിന് റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. പക്ഷേ അത് സ്റ്റാറ്റ്യൂട്ടിൽ കൂടി വന്നിട്ടുള്ളതാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ കൂടി വരുമ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ CBI എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതേസമയം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു ഭരണഘടനാ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. രാഷ്ട്രപതി എന്നുള്ളത് പോലെ തന്നെ, ഗവർണർ എന്നുള്ളത് പോലെ തന്നെ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നുള്ളത് പോലെ. ഇപ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് BJP ആദ്യം മുതലെടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് അത് ശരിയല്ല എന്നും അത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് എന്നുമുള്ളത് CPM ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതായ ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഒരു കാര്യം ഞാൻ ഒറ്റ മിനിറ്റോടെ ഞാൻ ചുരുക്കാം, ആദ്യത്തിൻ്റെ അധികം സമയമൊന്നും എടുക്കുന്നില്ല. ഒരു 100ഓളം ഹർജികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഉണ്ട്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 73, അതും ഇപ്പോൾ കടന്നിട്ടുണ്ടാവണം, 75ലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെ അതിൽ കക്ഷി ചേരുന്നു എന്നറിയില്ല. അതിനിപ്പോൾ അത് സുപ്രീം കോടതി തന്നെ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസ്പോസ്ഡ് ഓഫ് എന്നുള്ള നിലയിലേക്ക് തന്നെ ഇക്കാര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ഹർജികളെല്ലാം പരിഗണിക്കുമ്പോൾ ഇപ്പോൾ CPM-ൻ്റെ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുൻ MP കൂടിയായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം ഉൾപ്പെടെ ഇതിലെ ഹർജിക്കാരനാണ്. CPM അതിൽ കക്ഷിയാണ്.
എന്ന് മാത്രമല്ല, ഞങ്ങളിതിൽ കക്ഷി ചേർന്നു എന്നുള്ളതോ കോൺഗ്രസ് കക്ഷി ചേർന്നു എന്നുള്ളതോ മാത്രമല്ല വിഷയം. അറിയേണ്ടുന്നതായ കാര്യം, പ്രേക്ഷകരും അറിയേണ്ടുന്ന കാര്യം, ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി നിന്ന NDAയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് JDU, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ JDUവിൻ്റെ നേതാവാണ്. JDU ഇവിടെ ഹർജിയുമായി വന്നിരിക്കുകയാണ്. ഏത് ബില്ലിന് അനുകൂലമായി NDAയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി പാർലമെൻറ്റിൽ അങ്ങനെ ശബ്ദിക്കുകയും അവിടെ വോട്ട് ചെയ്യുകയും ചെയ്തോ, അതേ JDU തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഈ വഖഫ് നിയമ ഭേദഗതിയിലെ പല വകുപ്പുകൾക്കും എതിരായി ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് റദ്ദാക്കണം. ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തിരിക്കുകയാണ്. സ്റ്റേയും സ്റ്റേ ഇല്ലായ്മയും അല്ല ഇവിടുത്തെ വിഷയം. ഇത് മുനിസിപ്പൽ കോടതിയല്ല, ഇത് ജില്ലാ കോടതിയല്ല, ഇത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ മുമ്പാകെ ഉള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഇതിൻ്റെ ഭരണഘടനാ സാധുതയാണ്. ആ ഭരണഘടനാ സാധുതയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 3 ചോദ്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിന് മുമ്പാകെ വെച്ചത്. ആ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടത് ഹർജിക്കാരല്ല. ആ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടിയിരുന്നത് ഇവിടെ ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിലെ മനുഷ്യൻ്റെ മനസ്സിലെ മതനിരപേക്ഷതയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന നിലയിലും ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തെ, അത് പിന്നീട് മറ്റ് മതവിഭാഗങ്ങളെയും ഈ വിധത്തിൽ തന്നെ ആക്രമിക്കുന്ന നിലയിലേക്ക് അവരെയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഇൻവെർട്ടഡ് കോമ ആ ഒരു നിലയിലേക്ക് ഒക്കെ, അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് ഒക്കെ ഇത് പോയേക്കും എന്നുള്ള ഭയപ്പാട് പലരും ഉന്നയിച്ചതാണ്. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നമ്മൾ ഈ വഖഫിൻ്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടതാണ് വിഷയമെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പും ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വരുന്നതിന് മുമ്പും വഖഫ് ബൈ യൂസർ എന്നുള്ളത്, വഖഫ് ബൈ യൂസേജ് എന്നുള്ള നിലയിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 200 കൊല്ലത്തിന് മുമ്പ്, 300 കൊല്ലത്തിന് മുമ്പെല്ലാം വഖഫ് അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വഖഫിൻ്റെ എല്ലാം ഇനി ഇവിടെ ഇതിന് ചെമ്പോലപ്പട്ടയവും പനയോലപ്പട്ടയവും ഇതിൻ്റെ രജിസ്റ്റേർഡ് ഡീഡും എല്ലാം കൊണ്ടുവരാനായി ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്കും കഴിയുന്നതായ കാര്യമല്ല. അത് ഒരു ആരാധനാലയങ്ങളും ഇങ്ങനെ 300-400 കൊല്ലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ് എങ്കിൽ ഇതിന് തർക്കങ്ങൾ ഉന്നയിക്കാനും അത്തരത്തിൽ ഈ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമെല്ലാം ഈ വരുമ്പോൾ അത് അവരുടെ മത സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാവരുത്, അവരുടെ സ്വത്തുക്കൾ കവർന്നെടുക്കാൻ വേണ്ടിയുള്ളതാണെന്ന് കരുതരുത്, അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്ക് വരരുത് എന്ന് മാത്രം. ഇവിടെ ഈ 5 കൊല്ലം നിങ്ങളിങ്ങനെ ഈ അഫിഡാവിറ്റ് കൊടുക്കണം, ഞാൻ 5 കൊല്ലം ഹിന്ദുവാണ് തുടർച്ചയായി, ഞാൻ 5 കൊല്ലം മുസ്ലിമാണ് തുടർച്ചയായി, ഞാൻ 5 കൊല്ലം ക്രിസ്ത്യാനിയാണ് തുടർച്ചയായി, അങ്ങനെ ഒരു മതത്തിലുള്ള, അങ്ങനെ ആ മതത്തിൽ ഇതെന്താ സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച്. ഇതൊക്കെ തന്നെ വാസ്തവത്തിൽ ഇത് മനുഷ്യത്വത്തിന് നിരക്കുന്നത് പോലും അല്ല എന്ന് പറയാതെ നിർവാഹമില്ല.